വളരെ വിദഗ്ധമായിട്ടാണ് അയാൾ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ. ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു നാടകീയമായ ഒരു കടന്നുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും കോടതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പറയും, ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലല്ല, നിയമത്തിന്റെയും നീതി സംവിധാനങ്ങളുടെയും മുന്നിൽ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതുണ്ടാവാം. അതെവിടെ എന്നുള്ളതാണ് ചോദ്യം. അതല്ലെങ്കിൽ പോലീസ് പൊക്കെ എടുത്തുകൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എന്തായാലും കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആന്നടേ, ഇവിടെ കേരളം ഒന്നടങ്കം ഇങ്ങനെ കാത്തിരിക്കുക. രാഹുൽ മാങ്കൂട്ടം എപ്പോ കോടതി വരാന്തകളിൽ ഇല്ലെങ്കിൽ കോടതിയിൽ വന്നിട്ട് ആ വാക്കുകൾ, കോടതി വിധി പറയുന്ന ആ വാക്കുകൾ കാത്ത് എല്ലാരും കാതോർത്ത് തന്നെ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സംഭവം അല്ലെന്ന് നീ പറയണ്ട. അപ്പൊ എനിക്കിപ്പം നിന്റെ വെപ്രാളം, നിന്റെ വയറ്റിപ്പെരുപ്പും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ആദ്യമേ ഈ ന്യൂസ് അങ്ങോട്ട് കിട്ടിയിട്ട് ഈ വാർത്താ ചാനലിലൂടെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൂടെ നിനക്ക് പുറത്ത് വിട്ടില്ലെങ്കിൽ നിനക്ക് ഏതാണ്ട് മൂട്ടിനാണ്ട് കിളിച്ചിറങ്ങുന്ന വെപ്രാളം തീയാണല്ലോ നിന്റെ മൂട്ടിൽ. നീ ആരാ? നിന്റെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം വന്ന് പ്രശസ്തപ്പെട്ടിട്ട് അവൻ മൊത്തം വാക്കുകൾ നിന്റെ അടുത്ത് വാരിച്ചെതറിയിട്ട് നീ ഇത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ വിതരാൻ നീ ആരാ? നീയാണ് അവിടുത്തെ കോടതി നിയമവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്? അല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കോടതിയുടെ മുമ്പിലല്ലേ ഹാജരാവുന്ന? ആവട്ടെ, അത് ഏത് രീതിയിലാവട്ടെ. അത് പ്രതികളാകുമ്പോൾ ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ഏതൊരു പ്രതി ആയാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. കേസെടുത്ത തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യത്തിന് നിൽക്കുന്ന പ്രതികൾ ഒളിവിൽ നിന്നിട്ട് അവർ സമയമാകുമ്പം അത് ഏത് കോടതിയിൽ ഹാജരാവേണ്ട ആ കോടതിയുടെ മുമ്പിലാ വന്ന് തീർച്ചയായിട്ടും ഹാജരാകുന്നത്. അല്ലാതെ ഒരു ചാനലുകാരനെയും ഒരു മെറ്റെടുത്തോടും തിരുമിയല്ല വന്ന് കയറേണ്ടത്. ചാനലുകാരെന്താ വല്ലതും തിരുമി കൊടുക്കും അങ്ങോട്ട് വന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതി പോയി ഇല്ലെങ്കിൽ നിങ്ങൾ കോടതി പോയി വാദിച്ച് അവരെ വെറുതെ പിടിപ്പിക്കും. അല്ലെങ്കിൽ അവരുടെ കേസുകൾ നിങ്ങൾ വാദിച്ച് അവരെ നിരപരാധിയാണോ അല്ലെങ്കിൽ പ്രതിയാണോ എന്ന് നിങ്ങളാക്കി കൊടുക്കും. നിങ്ങളാണ് നമ്മുടെ നിയമം നടപ്പിലാക്കുന്ന പ്രതികളെയും ഇല്ലെങ്കിൽ കുറ്റക്കാരനാണെന്നൊക്കെ കണ്ടെത്തുന്ന നിങ്ങളുടെ പറച്ചിലേട്ടണൊക്കെ നിങ്ങൾ അതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടണൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്തായാലും കേരളത്തിൽ നിങ്ങൾ പേടിക്കുന്നുണ്ട്. മൂന്ന് വാക്കുകൾ എന്തായാലും കേരളത്തിൽ ഒരേ പേരിലുള്ള 3 വാക്കുകൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടം, ഒന്ന് രാഹുൽ ഈശ്വർ, ഒന്ന് രാഹുൽ ഗാന്ധി. എന്തായാലും ഈ 3 ആൾക്കാരെ ഉള്ളു ചില ക്രിമികടികൾക്ക് അങ്ങോട്ട് കാണാനും ഇല്ലെങ്കിൽ സഹിക്കാനും പറ്റാത്തത്, ഇല്ലെങ്കിൽ അവരെ കാണുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ചോർച്ച് മാറ്റുന്നത്. പത്താനാണ്ടില്ലേ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു സത്യങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ സത്യങ്ങൾക്ക് വേണ്ടി വാതുറയ്ക്കും മാധ്യമ ചാനലുകളെ ഒന്നടങ്കം അടിച്ച് കയറ്റി കൊടുക്കുന്ന രാഹുൽ ഈശ്വരനെ തട്ടി അകത്തിട്ടപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കേസുകളിൽ ഏതരിയാകാരം കഴിയുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരയായ പെൺകുട്ടിയുടെ കുടുംബക്കാരി ഈ മാധ്യമ ചാനലിനെതിരെയാണ് കേസ് കൊടുത്ത് ഇവരെയാണ് അകത്ത് തെള്ളിയിട്ട് അടയ്ക്കേണ്ടത്, അല്ലാതെ രാഹുൽ ഈശ്വരനെ അല്ല. ഒരു വോയിസ് കൊണ്ടുവന്ന് ഈ മാധ്യമ ചാനലിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഒരു പട്ടിക്ക് ഒരു പീസ് ഇറച്ചി കഷ്ണം കൊടുക്കുന്നവണക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് മൊത്തം എല്ലാരും കൂടെ വലിച്ചു കീറി പിച്ച് ചീന്തി ആ പെൺകുട്ടിയെ ഇല്ലാതാക്കിയത് നിങ്ങളെയാണ് ഇവിടെ അടക്കേണ്ടത് സമൂഹത്തിന്റെ മുമ്പിൽ. അതാണ് ജനങ്ങൾ ഇവിടെ മാറ്റി ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടെ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് തന്നെ. നിങ്ങളെ പോലുള്ള ഒരു വാരി എറിഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവന്റെ തലയെ കൊണ്ടുവന്ന് പഴിചാരുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ ഫാൾട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഉപ്പ് തിന്നോ വെള്ളം കുടിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഉപ്പ് തിന്നോ വെള്ളം കുടിക്കാതെ ഉപ്പ് തിന്നാത്തവന്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ച് തിരുമ്മി കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ മൊത്തം.